ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മൾ എന്നത്തെയും പോലെ ബസ്സൊന്നുമല്ല ഓടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മളൊരു ലോറിയൊക്കെയാണ് ഓടിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു ഫുള്ള് തടി ലോറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തടിയൊക്കെ കയറ്റാനായിട്ട് ഒരു ചെറിയ ക്വാറിയിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് വേണം അവിടെ നിന്ന് നമുക്ക് ഇവനെ ട്രിപ്പ് എടുത്ത് നേരെ തമിഴ്നാട്ടിലോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇവനാണ് ഐറ്റം. ഇതാണ് നമ്മുടെ ഓണറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ ഇവൻ കിടക്കുന്നത്. KL67A. ഓക്കെ, ഇവൻ തന്നെ. എന്തായാലും ടാറ്റയുടെ വണ്ടിയാണ്. BS4 വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ അങ്ങ് ട്രിപ്പ് എടുത്തേക്കാം. ഇപ്പം ലോഡൊന്നുമില്ല. ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്ക് നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ്. ഓക്കെ, ടാറ്റ സാന്റാക്രൂസ് റോഡ് ലൈൻസ്. ഓക്കെ, ഇത് വണ്ടിയുടെ പേരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവനെ അങ്ങ് ട്രിപ്പ് എടുത്തേക്കാം. 6 വീലറാണ് നമ്മൾ ഓടിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മുടെ SK ടിപ്പർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. SK ടിപ്പറും അതുപോലെ ഒരു ഐഷറും അത് മാത്രമേ ഉള്ളൂ നമ്മൾ 6 വീലർ ഒരു ലോറി ഓടിച്ചേക്കുന്നത്. അപ്പം ഇവനെ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി, ഈ ഒരു മോഡലുള്ള വണ്ടി നമ്മൾ ആദ്യമായിട്ടാണ് ഓടിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാറിയുണ്ട്, അവിടെ ആയിട്ടാണ് ഈ വണ്ടി കൊണ്ട് ഇടേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടാറ്റ BS4 വണ്ടിയാണ്. അപ്പം നമുക്ക് ഇവനെ എന്തായാലും കൊണ്ട് ആ ക്വാറിയിലേക്ക് ഇടാം. ക്വാറി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു തടിയൊക്കെ മുറിച്ചിട്ടേക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അവിടേക്ക് നമുക്ക് പോവാം. ഫുള്ള് വണ്ടിയാണല്ലോ, ഒരു 4 മണി ടൈം ആയാൽ പോലും റോഡിൽ തിരക്കാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റോഡിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനിയും നമ്മൾ വണ്ടി കൊണ്ട് ആ ഒരു ക്വാറിയിലായിട്ട് ഇടണം. അത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. കാരണം നമ്മുടെ ബസ്സെല്ലാം കിടക്കുന്ന ഷെഡിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ആ ഒരു ക്വാറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നമുക്ക് അവിടെ കൊണ്ടിട്ട് ഫുള്ള് ലോഡ് അടിച്ചിട്ടങ്ങ് പോവാം. ഓക്കെ, അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 8 മണി 9 മണി ആ ഒരു ടൈമൊക്കെ ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ട്രിപ്പ് എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ പുലർച്ചെ ഒരു 4 മണി ആയിട്ടുണ്ട്. ചുമ്മാ നമുക്ക് എന്തായാലും ലൈറ്റ് ഇട്ടേക്കാം. വണ്ടിയുടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്, എന്നാലും കിടക്കട്ടെ. രാവിലെ തന്നെ സിഗ്നലും കാര്യങ്ങളൊക്കെ. ഇവിടെ തിരക്കൊന്നും ഇല്ലല്ലോ, പിന്നെന്താണ്. ഇച്ചിരി കൂടെ മുന്നോട്ട് കയറ്റിയിടാം. അതുവഴി ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രീൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തി നേരെ നമുക്ക് പോയി അവിടെ കൊണ്ടിടാം. ഓക്കെ, അപ്പോൾ അത് ഇവിടായിട്ടാണ് കൊണ്ടിടേണ്ടത്. ഇവിടായിട്ടാണ് നമ്മുടെ ആ ക്വാറിയും അതുപോലെ തന്നെ നമ്മുടെ ബസ് ഷെഡും വരുന്നത്. ഇവിടായിട്ടാണ് ക്വാറി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഫുള്ള് തടിയൊക്കെ കാണിച്ചു തരാം ഞാൻ. ഇതിനകത്ത് ഫുള്ള് തടിയൊക്കെ മുറിച്ചിട്ടേക്കുന്നൊരു സംഭവമാണ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെ ഇങ്ങ് കയറ്റുവാണ്. എന്താണ് അവിടെ നിന്ന് പോയല്ലോ, ജസ്റ്റ് എന്തോ ഒരു ഹമ്പ് പോലെ കണ്ടുണ്ട്, അതാണ് നിന്ന് പോയത്. ഓക്കെ, എന്തായാലും ഇവിടെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ആരെയും കാണാനൊന്നുമില്ല, പണിക്കാരും വന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ കണ്ടില്ലേ കുറേ തടിയൊക്കെയാണ്. എന്തായാലും ഈ തടിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ വണ്ടിയെ കയറ്റിയിടും. അപ്പോഴത്തേക്ക് ഒരു 8-9 മണിയാവും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ മാസ്കി ബോയും അതുപോലെ സിനിസ്റ്ററും. ഞാനാകപ്പാടെ വല്ല വണ്ടി കാണുമെന്ന് വിചാരിച്ച് നമ്മൾ ബോസിൻ്റെ കീ എടുത്തുകൊണ്ട് വന്നായിരുന്നു. പക്ഷേ ബോസൊന്നും ഇല്ല, അവന്മാരൊക്കെ ട്രിപ്പ് പോയേക്കുവാണ്. ഇനി എന്തായാലും നമുക്ക് മാസ്കി ബോയ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ സിനിസ്റ്റർ അതുപോലെ റീടെസ്റ്റിന് പോയേക്കുവാണ്. അവന് 8000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു റീടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പോയേക്കുവാണ്. അപ്പോൾ അവന് പെട്ടെന്ന് ഇങ്ങ് വരും. അപ്പോൾ നമ്മളൊക്കെ പോയി കഴിഞ്ഞായിരിക്കും അവൻ വരുന്നത്. ഓക്കെ, റീടെസ്റ്റ് അല്ലേ, അതാണ്. എന്തായാലും നമുക്ക് പോയി നമ്മുടെ മാസ്കി ബോയി ഒക്കെ ഒന്ന് കണ്ടിട്ട് നേരെ വെളുത്തിട്ടിങ്ങ് പോരാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയി നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് വന്നു. മാസ്കി ബോയ് മാത്രമേ ഉള്ളായിരുന്നു, വേറെ വണ്ടിയൊന്നും ഇല്ല. ഓക്കെ, ഫുള്ള് ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവന്മാർ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ്. ഓക്കെ, എന്തായാലും അവിടെ ആയിട്ട് നമ്മുടെ ലോറി കാണാം. നമ്മുടെ വണ്ടി ഫുള്ള് ലോഡ് അടിച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് തടിയൊക്കെ പിറക്കി കുത്തിക്കയറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ട്രിപ്പൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഫുള്ള് തടിയാണ്. നമ്മൾ തമിഴ്നാട്ടിലോട്ടാണ് കേട്ടോ ട്രിപ്പായിട്ട് പോകുന്നത്. ഞാൻ ഈ വീഡിയോ പറഞ്ഞോന്നറിയത്തില്ല. നമ്മൾ തമിഴ്നാട്ടിലോട്ടാണ് പോകുന്നത്. പറ്റുവാണെങ്കിൽ നമ്മൾ പാർട്ട് 1, 2 അങ്ങനെ ആയിട്ടിടാം. അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ വരുന്ന ട്രിപ്പ് മാത്രമായിട്ടിടാം. ഓക്കെ,
അപ്പോൾ എന്തായാലും നമുക്കിന്ന് വണ്ടി എടുത്തേക്കാം. ഫുള്ള് തടിയൊക്കെ അടിച്ച് ലോഡടിച്ച് സെറ്റാക്കി ഇട്ടേക്കുവാണ്. ഓക്കെ, എന്താണ് ഇവിടുത്തെ പണിക്കാരൊക്കെ വരാൻ ജസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട് ഇപ്പം. എന്തായാലും നമുക്ക് വണ്ടി എടുത്തേക്കാം. ഓക്കെ, അധികം ലേറ്റ് ആക്കണ്ട. ഓക്കെ, ഫുള്ള് ലോഡായതുകൊണ്ടാണോ എന്നറിയത്തില്ല, എന്തോ വണ്ടി എന്താണെന്ന് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഫുള്ള് ലോഡടിച്ച് ബാക്കിൽ ഫുള്ള് വെയിറ്റ് ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും നൈസായിട്ട് നമുക്ക് റിവേഴ്സിലേക്ക് എടുത്തേക്കാം. ഓക്കെ, ഇത് കെട്ടൊക്കെ ശരിയാണോ എന്നറിയത്തില്ല. എന്താണ് പോകുന്ന വഴിയിൽ എന്താണ് തടി ഊരിയൊക്കെ വീഴാതിരുന്നാൽ മതിയായിരുന്നു. അവർ എന്താണ് നല്ല മുറുക്കിയൊക്കെയാണ് കെട്ടിയേക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയേക്കാം. ഓക്കെ ഓക്കെ, അങ്ങോട്ട് വലിയുന്നില്ലല്ലോ, വെയിറ്റ് ആയതുകൊണ്ടാണോ? പോട്ടെ അങ്ങോട്ട്, പോട്ടെ പോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് നല്ല നൈസായിട്ട് വരുന്നുണ്ട്, ബാക്കിലോട്ട് എടുക്കാനാണ് പാട്. ഓക്കെ, കയറ്റമൊക്കെ വല്ലതും ഉണ്ടെങ്കിലാണ് നമ്മൾ പെട്ടുപോകും ഗൈസ്. കയറ്റമൊന്നും കയറാനായിട്ട് പറ്റത്തില്ല ഇത്ര ഹെവി ലോഡൊക്കെ വെച്ച്. അല്ലെ പിന്നെ കുറച്ച് തടിയെടുത്ത് കളയണം അവിടെ പോകുന്ന വഴിയിലൊക്കെ. ഓക്കെ, എന്തായാലും നൈസായിട്ട് നമുക്ക് ഇവിടുന്ന് വണ്ടിയൊന്നും വരുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, വരുന്നില്ല. രാവിലെയൊക്കെ നമ്മുടെ ഒരു 4 മണി ടൈമിലൊക്കെ ഫുള്ള് വണ്ടിയൊക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ, എന്തായാലും റൈറ്റിലേക്കായിരുന്നു, നമ്മൾ നേരെ നൈസായിട്ട് അങ്ങ് വളച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് മിസ്, ഇപ്പോൾ നമ്മൾ പോലീസിനെ ഇടിച്ച് തെറിപ്പിച്ചേനെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യുക. എന്താണ് നമ്മൾ 2 അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫുള്ള് മഴയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫുള്ള് മഴയാണിപ്പം. അയ്യോ, നമ്മൾ വൈപ്പറൊക്കെ ഇട്ടങ്ങ് പോവുകയാണ്. വണ്ടി സ്ലിപ്പാവാതിരുന്നാൽ മതിയായിരുന്നു. കയറ്റമൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, നമ്മുടെ മാപ്പിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ കുറേ ചെന്നിട്ട്. ഓക്കെ ഓക്കെ, നമ്മൾ ഈ ഒരു ചെറിയ വഴിയിൽ കൂടെ ഒക്കെയാണ് പോകേണ്ടത്. അയ്യോ, സൈഡിലോട്ട് ചരിഞ്ഞു. ഇപ്പം ലാലേട്ടൻ വണ്ടി ആയിരുന്നു, ലാലേട്ടൻ വണ്ടി. ഓക്കെ ഓക്കെ, നമ്മുടെ വണ്ണസൊക്കെ വരുന്നു, ദേശാവതാറൊക്കെ. ഓക്കെ, നല്ല മഴയാണ്. മഴയത്ത് ഈ ഹെവി ലോഡൊക്കെ വെച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ നല്ല റിസ്ക്കൊക്കെയാണ്, റിസ്ക്കുള്ള പരിപാടിയാണ്. എന്തായാലും 111 ലിറ്റർ ഡീസലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പോകുന്ന വഴി കുറച്ചുകൂടെ അടിച്ചേക്കാം. ഇനി അവിടെ നിന്നും പെട്രോൾ പമ്പ് ഡീസൽ ഒന്നും കിട്ടിയില്ലെങ്കിലോ. ഓക്കെ, എന്തായാലും നമുക്ക് കാണുന്ന ഫസ്റ്റ് പെട്രോൾ പമ്പിൽ തന്നെ ഒന്ന് പോയി ഡീസൽ അടിച്ചേക്കാം. ഓക്കെ, നമ്മൾ വണ്ടി എടുത്ത് പിന്നെ ഒരു മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ നല്ലതായിട്ട് പോയി. അത് കഴിഞ്ഞ് ഫുള്ള് പിന്നെ മഴയും ചെളിയും ചള്ളയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായി. ഓക്കെ, ഇവിടെ ഒന്നും പെട്രോൾ പമ്പൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, നമ്മുടെ മാപ്പിനകത്ത് ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് അങ്ങോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ്. അതെ, ആ കാണുന്നതാണ് ഗൈസ്. ഓക്കെ, ഈ കാണുന്നതാണ് പെട്രോൾ പമ്പ്. എന്തായാലും ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ടങ്ങ് പോയേക്കാം. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചേക്കാം. തിരിച്ച് വരുമ്പോഴും ഇനിയും പെട്രോൾ പമ്പിലൊന്നും കയറണ്ട. ഓക്കെ, ഫുൾ ടാങ്ക് അടിച്ചു. ഓക്കെ, ഏകദേശം 1445 രൂപ വന്നിട്ടുണ്ട്. ഓൾറെഡി അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു, അതാണ്. ഓക്കെ, അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞു. എന്തായാലും ഇനി നമുക്ക് വണ്ടി എടുത്തേക്കാം. ഓക്കെ, ഇത് വണ്ണസൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മൾ പോയിട്ട് പോകാനാണെന്ന് തോന്നുന്നു. അതെ, അവന്മാർ കയറിയിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ, ഡീസൽ അടിക്കാനായിട്ട്. നമുക്ക് എന്തായാലും ഇനി നൈസായിട്ട് റോഡിലേക്ക് ഇറങ്ങിയേക്കാം.
ഓക്കെ, വണ്ടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, വണ്ടിയൊന്നുമില്ല, ഒറ്റ കറക്ക്. ഓക്കെ, അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ഫുഡടിയാണ്. ഓക്കെ, ഇനി ഫുഡടിക്കാൻ എവിടെയെങ്കിലും ഒന്ന് നിർത്തുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഈ വലിയ വണ്ടിയായതുകൊണ്ട് തന്നെ ഇവനെ ഹെവി ലോഡൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിടാനും റിസ്ക് ആണ്. ഇത്രയും വലിയ പാർക്കിംഗ് ഏരിയ ഒന്നും ഹോട്ടലുകളിലൊന്നും കാണത്തില്ല. ഓക്കെ, നമ്മളിത് ഓവർടേക്ക് ചെയ്തിട്ട് ട്രാവലർ പോകുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ പോകാനേ പറ്റത്തുള്ളൂ, കാരണം ഫുള്ള് ലോഡല്ലേ, അതാണ്. ട്രാവലർ പറന്നടിച്ചാണ് പോകുന്നത്. നമുക്കവനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, നമ്മളവനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഇത്ര ഹെവി വണ്ടി കൊണ്ട് ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്ത് നാണമില്ലല്ലോ. ഓക്കെ, ഇത് ഫ്രണ്ടിൽ KSRTC. ഇവനെ ഓവർടേക്ക് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുമ്പോൾ കിടന്ന് നിരങ്ങുന്ന അതേ നിരക്കമാണ് ട്രാവലറും. ഓക്കെ, അതാണ് നമുക്ക് ഇത്രയും വലിയ ഹെവി ലോഡ് വെച്ചിട്ട് അവനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. ഇപ്പോൾ ഈ ഹോണ്ട സിറ്റി വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവനെ അങ്ങ് ഓവർടേക്ക് ചെയ്ത് കയറായിരുന്നു ഈ KSRTC ഒക്കെ. പക്ഷേ അവൻ വന്ന് ചതിച്ച്. ഓക്കെ, എന്തോ ബ്ലോക്കാണ് അവിടെ. അയ്യോ, ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്, ഈ ലെഫ്റ്റിലോട്ട് എടുത്താണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സീനില്ല, അവന്മാരെല്ലാം പെട്ട് കിടക്കട്ടെ. റോങ് സൈഡ് കയറി വന്നതാണ് ആ ഒരു ബസ്. അവിടെ വളവിന് ജസ്റ്റ് ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് ഇങ്ങനെ കയറി വരുവാണ് എഴഞ്ഞെഴഞ്ഞ്. ഓക്കെ, ഈ ഒരു റൗണ്ട് കറങ്ങിയാണ് അങ്ങോട്ട് പോകേണ്ടത്. ഓക്കെ, KSRTC ആ വഴിയിലോട്ടാണ്, അതുകൊണ്ട് നമുക്കവനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇത് താഴെ ഒരു പാലമൊക്കെയാണ്, ഇത് അടിപൊളി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ. ഓ, കിടില ഉണ്ടല്ലേ, കിടിലൊരു വെള്ളച്ചാട്ടമല്ല, സോറി, ഒരു റിവർ പോലെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അതിൻ്റെ മേളിൽ കൂടെ പാലമൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഒരു പാർക്ക് ചെയ്യാൻ നല്ലൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്തി നമുക്ക് ഫുഡൊക്കെ അടിക്കണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ നല്ല വലിയ പാർക്കിംഗ് ഏരിയ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ആയിട്ട് നിർത്തി നമ്മൾ ഫുഡ് അടിക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, ചെറിയ തട്ടുകടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വലിയ സ്ഥലമൊക്കെ കാണും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോയി ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. വല്ലതും സ്പേസുള്ള സ്ഥലം വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഉച്ച ഒരു 12 മണി 12:30 ആയിട്ടുണ്ട്. 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് അടിക്കാനൊക്കെ നിർത്തിയാൽ മതി. ഓക്കെ, ഇവിടെ നല്ല സ്ഥലം ഉണ്ടല്ലോ. ഇത് ഹോട്ടലൊന്നും അല്ല ഗൈസ്, ഏതോ വീടാണ്, അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് പോവാം. നമ്മൾ വെറുതെ സ്ലോ ചെയ്ത്. ഇനി നമ്മൾ ഒന്നേന്ന് ഗിയറിട്ട് പോകണം. അതിൻ്റെ ഇടയിൽ ഇവിടെ സിഗ്നൽ. ഓക്കെ, ഇച്ചിരി കൂടെ ഓക്കെ, ഇവിടെ കിടക്കട്ടെ, ഇല്ല ഇനി പണിയായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ ഒരു വഴിയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ തിരക്കൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്, അധികം വണ്ടിയൊന്നും കാണുന്നില്ല. ചെറിയ കേസ് അവിടെ ആയിട്ടൊരു ഹോട്ടൽ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് നിർത്തിയാലോ? അല്ലേ വേണ്ട, ഈ പെട്രോൾ പമ്പിലോട്ട് കയറ്റി അങ്ങ് നിർത്താം. ഇവിടെ കയറി വല്ല ഫുഡോ കാര്യങ്ങളൊക്കെ അടിക്കാം. എന്തായാലും അവിടെ കയറി ഒന്ന് ചോദിക്കണം. അവിടെ ആയിട്ട് ആ ഓഫീസിൽ കയറി ഒന്ന് ചോദിക്കണം, നമ്മൾ ഈ വണ്ടി ഇവിടെ നിന്ന്
പാർക്ക് ചെയ്തിട്ടോട്ടെ എന്നൊക്കെ. ഇല്ല ചിലപ്പം എന്താണ് കുറച്ച് ടൈമിലേക്കല്ല ഉള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും. എന്തായാലും കുറച്ച് നേരമൊക്കെ ഉറങ്ങുകയൊക്കെ വേണം നമുക്ക്, കാരണം നമ്മൾ നൈറ്റ് ഫുള്ള് ഇനിയും ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിക്കകത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇറങ്ങി വാടാ തിന്നാനെങ്കിലും. ഓക്കെ, എന്തായാലും നമുക്ക് ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യുക. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം 2 അക്കൗണ്ടിൻ്റെ. അപ്പോൾ എല്ലാവരും ഫോളോ ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പം ബൈ ബൈ.